ഹലോ, എല്ലാവർക്കും ടേസ്റ്റി ഹോംലി ട്രീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടൊരു വിഭവം ഉണ്ടാക്കിയാലോ. ചിക്കൻ ചുക്ക. ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു വിഭവം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു 500 ഗ്രാം ചിക്കൻ നന്നായി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ട് യോജിപ്പിച്ച് വയ്ക്കുക. ഒരു 1 മിനിറ്റ് നേരം നമ്മൾ ഇത് നന്നായി യോജിപ്പിച്ച് വയ്ക്കണം. ഞെരടി എല്ലാ ഭാഗത്തും തൈരൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. ഈ ചിക്കൻ കഷ്ണങ്ങൾ വളരെ സോഫ്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർഡ് ചേർക്കുന്നത്. അതിനുശേഷം മൂടി വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ നൽകുക. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 3 ഇടത്തരം സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നമുക്ക് ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരണം. കുറേശ്ശെയായി ഇട്ട് ഈ ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഇളക്കി നല്ല ബ്രൗൺ നിറം വരുന്നത് വരെ ഇളക്കി കൊണ്ട് വറുത്ത് കോരിയെടുക്കുക. ഈ പരുവത്തിലായിരിക്കണം. ഇങ്ങനെ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്കിത് കോരി എടുത്തു മാറ്റാം. ഈ ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കണം. അങ്ങനെ എല്ലാം സവാളയും വറുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഞെരടി ഒന്ന് ഒതുക്കി വയ്ക്കണം. അപ്പോൾ ഈ സവാളയെല്ലാം നന്നായി ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ഇനി വീണ്ടും നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്ത് ഇളക്കണം. അതിനുശേഷം ഒരു 5-6 വെളുത്തുള്ളി എല്ലിയും ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി,
1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. ഒരു മിനിറ്റ് നേരം നമ്മളിത് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കണം. അങ്ങനെ പച്ചമണമൊക്കെ മാറി വന്ന് അത് മൂത്ത് വരുന്ന സമയത്ത് ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് യോജിപ്പിക്കുക. തക്കാളിയും ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ തക്കാളി ഇന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. എണ്ണയിൽ പൊടികളൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചി കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഈ മസാല നന്നായി പുരട്ടുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങളിൽ മസാല പിടിക്കുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് നേരം നമ്മളിതിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഇറച്ചി കഷ്ണങ്ങളിലെല്ലാം ഈ മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നേരം വേവിക്കുക. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇറച്ചി കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുന്നു. ഇറച്ചിയിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള വെള്ളത്തിൽ തന്നെ ഇത് വെന്തിട്ടുണ്ട്. അതുപോലെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കേണ്ടത്. ഈ സവാള ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. തെളിഞ്ഞു വന്നിരിക്കുന്ന എണ്ണയിൽ ഈ സവാളയും ഇറച്ചി കഷ്ണങ്ങളും നന്നായി മുരിഞ്ഞു വരും. ആ രീതിയിൽ നമ്മൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇറച്ചി കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും മസാലയും സവാളയും എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഒന്നിളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി. നോക്കൂ, നമ്മുടെ ചിക്കൻ വളരെ ടേസ്റ്റിയായി വറുത്ത് വന്നിരിക്കുന്നുണ്ട്. ഇതാണ് സ്പെഷ്യൽ ചിക്കൻ ചുക്ക. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കത് രുചികരമായി തോന്നും. ഇനി ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്കത് ഉപയോഗിക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കാൻ ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കമൻസ് അറിയിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.